ട്രംപിൻ്റെ പുതിയ നാടകം വന്നിട്ടുണ്ട്. ഈ G7 ഉച്ചകോടിയുടെ ഭാഗമായിട്ട് അങ്ങ് ഫ്രാൻസിൽ ചെന്ന സമയത്ത് അവിടെ ഖത്തർ അമീറിനെ മുമ്പിൽ ഇരുത്തിയിട്ടായിരുന്നു പുതിയ നാടകത്തിന് തുടക്കം തിരശ്ശീല വന്നിട്ടുള്ളത്. അതായത് ട്രംപ് നെതന്യാഹു തമ്മിൽ അടിക്കുന്ന വ്യാജ വാർത്തകളും നാടകങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ മൂർധന്യാവസ്ഥയിലുള്ള ചില എന്താ പറയുക ഡയലോഗുകളാണ് നമ്മുടെ ട്രംപ് അടിച്ചിട്ടുള്ളത്. അതിൽ ആദ്യമായിട്ട് അടിച്ചിട്ടുള്ളത് നമുക്ക് ട്രംപിൻ്റെ കരുണ നിറഞ്ഞ ട്രംപിനെ പറ്റി ഒന്ന് സംസാരിക്കാം. ട്രംപ് പറഞ്ഞത്, എനിക്ക് വളരെ നല്ല ഒരു റിലേഷനാണ് ബിബി ആയിട്ട്, അതായത് നെതന്യാഹു ആയിട്ട്. പക്ഷേ ആൾക്ക് റെസ്പോൺസിബിലിറ്റി ഒട്ടുമില്ല, ഉത്തരവാദിത്തം ഒന്നുമില്ല, അത് എപ്പോഴും കാണിക്കാറില്ല. അതിനുള്ള കാരണം ലെബനോൻ പോലത്തെ നല്ലൊരു രാജ്യത്തെ, ലെബനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് മുത്താണ്. ട്രംപ് പറഞ്ഞത് എ ഗ്രേറ്റ് കൺട്രി, ഇറ്റ് വാസ് എ കൺട്രി വിത്ത് പ്രൊഫസേഴ്സ്, ഡോക്ടേഴ്സ് ആൻഡ് ലോയേഴ്സ് ആൻഡ് ദർ വാസ് എ ഗ്രേറ്റ് കൾച്ചർ ആൻഡ് ഇൻ്റലക്ട് ഇൻ ലെബനോൻ. ഇത്രയും നല്ലൊരു കൺട്രീനെ എന്തിനാണ് ഈ നെതന്യാഹു ഇങ്ങനെ ആക്രമിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അത് കണ്ടു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു. ആ ഒരു കുറച്ച് ഭാഗങ്ങളൊന്ന് കേട്ട് നോക്ക്. നിങ്ങൾ, ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾ കേട്ട് നോക്ക്. I've had a great relationship with Bibi, but now Bibi has to be more responsible with respect to Lebanon. Lebanon used to be a great country. It was a country where you had professors, doctors, lawyers. The great intellect was in Lebanon. Now it's terrible. ഇനി അവിടെ കൊണ്ട് നിർത്തുന്നില്ല. ഇനി അടുത്ത ഒരു സുഖിപ്പീരും കൂടെ അടുത്ത് ഇട്ട് തരുന്നുണ്ട്. അതായത് ലെബനോനിലുള്ള ആളുകളെ ഈ പറഞ്ഞ ഇസ്രായേൽ കൊന്നു തീർത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഒരു ഹിസ്ബുള്ളനെ പിടിക്കണം എന്നും പറഞ്ഞിട്ട് നിങ്ങൾ എത്ര കാലമായിട്ട് നിങ്ങൾ ഹിസ്ബുള്ളനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ലെബനോനിൽ. പക്ഷേ നിങ്ങൾ ഒരു ഹിസ്ബുള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിലാണ് തകർക്കുന്നത്. ആ അപ്പാർട്ട്മെൻറ്റിൽ എവിടെയെങ്കിലും ഒരു ഹിസ്ബുള്ളയുടെ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ ആ അപ്പാർട്ട്മെൻറ്റിൽ മറ്റെത്ര നിരപരാധികളുണ്ട്, അവരെ മൊത്തം നിങ്ങൾ കൊന്നു തീർക്കില്ലേ എന്ന് നെതന്യാഹുവിനോട് ചോദിച്ച ചോദ്യമാണ്. വീണ്ടും ഖത്തർ അമീറിനെ മുമ്പിൽ ഇരുത്തിയിട്ട് അതോടെ കേട്ട് തോന്നും. And I'll tell you what, Israel's fighting Hezbollah too long and too many people are being killed. And you don't have to knock down an apartment house every time you're looking for somebody, because there are a lot of people in those apartment houses, and they're not all Hezbollah, that I can tell you. കേട്ടില്ലേ നിങ്ങൾ? എത്ര നല്ലൊരു മനുഷ്യനല്ലേ. ഇങ്ങനെ ഡെയിലി നെതന്യാഹു ഇങ്ങനെ ആളുകളെ കൊന്നു തീർക്കുമ്പം അതിൽ ഇത്രയും സങ്കടപ്പെടുന്ന ഒരാൾ, അത് ഖത്തർ അമീറിനെ സത്യം പറഞ്ഞാൽ അയാൾക്ക് ഉള്ളിൽ തോന്നുന്നില്ലേ ഈ പറഞ്ഞ ആയുധങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആക്രമണങ്ങൾക്കൊക്കെ കൂട്ടു നിന്നിട്ടുള്ള ആളാണ് ഈ ട്രംപ് അല്ലേ? ഈ പറഞ്ഞ ട്രംപ് നെതന്യാഹു എന്ത് ചെയ്തു കഴിഞ്ഞാൽ അതിനെ തിരിച്ചൊന്നും പറയാണ്ട് കൂട്ടു നിൽക്കുന്ന ആളാണ്. എന്നിട്ടും അവിടെ പോയിട്ട് അയാളെ, അതിൽ ഖത്തർ അമീറിനെ മുമ്പിൽ നിർത്തിയിട്ട് ഇങ്ങനെ കളവ് വിളിച്ച് പറയുമ്പോൾ അത് ലോക മാധ്യമങ്ങൾ ഇത് അങ്ങനെ എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. ട്രംപിൻ്റെ നല്ല, അല്ലെങ്കിൽ നെതന്യാഹുവിനെതിരെ പൊട്ടിത്തെറിച്ചത് ട്രംപിനെ പറ്റിയുള്ള സംസാരം. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് മറ്റൊന്നും കൂടി ട്രംപ് അതിൻ്റെ ഇടയിൽ കൊണ്ടിട്ടു. അതായത് നമുക്കറിയാം, അഹമ്മദ് അൽ ഷെറൈൻ അറിയാം, സിറിയയുടെ പുതിയ പ്രസിഡന്റ് അല്ലേ, ട്രംപിൻ്റെ സ്വന്തം ആളാണ്. അയാളെ കണ്ട് പഠിക്കണം എന്നാണ് നെതന്യാഹുവിനോട് പറഞ്ഞത്. കാരണം എന്താ അറിയോ, അയാൾ എത്ര നല്ല രീതിയിലാണ് അവിടുത്തെ ആളുകളെ ഒന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സിറിയയിൽ ഇപ്പോൾ ആക്രമണങ്ങൾ കുറവാണ്, അവിടെ ആളുകളെ എല്ലാവരും കൂടി ഒരുമിച്ച് സമാധാനത്തോടു കൂടി ആ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നെതന്യാഹു കാണുന്നില്ല എന്നാണ് ചോദിച്ചത്. പക്ഷെ അതേ സ്ഥാനത്ത് ഇസ്രായേൽ എന്താ ചെയ്യുന്നത്? ഇസ്രായേൽ ചെയ്യുന്നത് ആളുകളെ കൊന്നു തീർത്തിട്ട് സമാധാനം കൊണ്ടുവരാനാണ് നോക്കുന്നത്. ആ പരിപാടി നടക്കില്ല. അങ്ങനെ ഉണ്ടായാൽ സമാധാനം കൊണ്ടുവരില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പരിപാടി നിർത്തി പൊക്കോളാൻ നെതന്യാഹുവിനുണ്ട്. പകരം ഞാൻ ഇങ്ങനത്തെ പണികൾ സിറിയയുടെ പ്രസിഡന്റിനെ ഏൽപ്പിച്ചോളാന്ന്. അന്തം വിടാൻ വേറെ വല്ലതും വേണോ അല്ലേ? ഇത് കേട്ട് കഴിഞ്ഞാൽ ആരാണെങ്കിലും ഒന്ന് കണ്ണ് തള്ളിപ്പോയില്ല. ആരെ പറ്റിയാണ് ഈ പറയുന്നത്? നെതന്യാഹുവിനെ പറ്റി. എങ്കിലും തുടക്കത്തിൽ പറഞ്ഞു വെച്ചെന്താ, നെതന്യാഹുവായിട്ട് ഞാൻ നല്ല റിലേഷനാണ്, ഞങ്ങൾ നല്ല ബഡാ ദോസ്തുക്കളാണ്, ഇതാ പറഞ്ഞു വെച്ചത്. ഇതൊക്കെ ഖത്തർ അമീറിനെ മുമ്പിൽ ഇരുത്തിയിട്ടാണ് പറഞ്ഞത്. ഏതായാലും ആ ഒരു ക്ലിപ്പും കൂടെ ഒന്ന് കണ്ടു നോക്ക്. Syria, you know, he's pulled that country together amazingly quickly. He's very capable, and he's been very good for me. He's protected everything that I've asked for, he's done. And if Israel can't do the job without killing everyone else, he'll do the job. Syria will do the job. ഇനി ഇതൊക്കെ കഴിഞ്ഞ് അവസാനം മറ്റൊരു ഡയലോഗും കൂടെ ഇട്ട്, അതായത് ഈ ഒരു യുദ്ധം കാരണം ദിസ് ഹാസ് നോ ഇമ്പാക്ട് ഓൺ അസ്. അതായത് ഞങ്ങൾക്ക് ഈ ഒരു യുദ്ധം കാരണം പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അതർ ദാൻ ദാറ്റ് വി സെൽ വെപ്പൺസ്, വി ആർ തൗസൻഡ്സ് മൈൽസ് എഗോ. ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തൊട്ടപ്പുറത്ത് അമീറിനെ ഇരുത്തിയിട്ട് അതൊക്കെ പറയുന്നത്, അവിടെ ഏതൊക്കെ രീതിയിൽ ഇവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയാം അല്ലേ? ഈ പറഞ്ഞ യുദ്ധം ഉണ്ടായതുകൊണ്ട് അമേരിക്കക്ക് എന്താ, ഈ പറഞ്ഞ ആയുധങ്ങൾ വിറ്റുപോയി, കുറേ ആയുധങ്ങൾ ഞങ്ങൾ വിറ്റു, ഞങ്ങൾ മൈൽസ് എത്രയോ കിലോമീറ്റർ അപ്പുറത്താണ് കിടക്കുന്നത്, ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ കുറച്ച് സാധനങ്ങൾ ഗൾഫ് മിഡിൽ ഈസ്റ്റിലൊക്കെ പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്, പിന്നെ അവിടുത്തെ കുറച്ച് ആൾക്കാർ മരണപ്പെടുകയും അവിടുത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമേ അല്ല എന്നുള്ളൊരു അവസ്ഥയിലുള്ളൊരു സംസാരം ആ അമീറിനെ അവിടെ ഇരുത്തിയിട്ട് തന്നെ പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ അമീറിനെ പറഞ്ഞതിന് എന്നെ ചീത്ത വിളിക്കാൻ കുറേ ആൾ വരും, എങ്കിലും ഒന്ന് മനസ്സിൽ വെച്ചോളാം. ഇതൊക്കെയാണ് ഇത്രയും ഗൾഫ് കൺട്രീസിന് GCCനെ അമേരിക്കൻ പ്രസിഡന്റ് ഇത്രേ കണ്ടിട്ടുള്ളൂ. അവരുടെ കച്ചവടം നടക്കണം, അവർക്ക് ഈ പറഞ്ഞ രാജ്യങ്ങൾ അടിക്കേണ്ട സമയത്ത് അടിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടത്താവളം മാത്രമാണ് ഈ പറഞ്ഞ GCC കൺട്രീസ്. അതല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് അവിടുത്തെ ബിസിനസ് അല്ലാത്ത ഒരു കാര്യങ്ങളും ഈ പറഞ്ഞ അമേരിക്കയ്ക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളുകൊണ്ടില്ല എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ഇറാൻ്റെ എന്താ പറയുക, നമ്മുടെ അബ്ബാസ് അറാച്ചി ഇപ്പം വന്ന് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്.
ഏത് രീതിയിലെങ്കിലും ലെബനോൻ്റെ ആക്രമിക്കുക, അല്ലെങ്കിൽ ലെബനോൻ്റെ ആക്രമിക്കുന്നത് മാത്രമല്ല ഇറാഖിലോട്ടോ അതല്ലെങ്കിൽ ഇവിടുത്തെ ഈ അതിർത്തി മേഖലയിലോട്ട് ഇവരുടെ പട്ടാളത്തിനെ ഇതുവരെ തിരിച്ച് വിളിച്ചിട്ടില്ല എങ്കിൽ, അതായത് ഇസ്രായേലിൻ്റെ പട്ടാളത്തിന് തിരിച്ച് വിളിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ കരാറൊന്നുമില്ല, അത് ഓൺ സ്പോട്ടിൽ വിത്തിൻ മിനിറ്റ്സിൽ ആ കരാറിൽ ഞങ്ങൾ പിന്മാറിയിരിക്കും എന്ന് വ്യക്തമാക്കിയിട്ട് അബ്ബാസ് അറാച്ചിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇസ്രായേൽ ഹയോമിൽ മറ്റൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. അതായത് ഇയാളെ നമുക്കറിയാലോ, ഇയാളാരാണ്? നമ്മുടെ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറിയാണ്, പീറ്റ് ഹെഗറ്റ്സ് ആണ്. അതുമാത്രമല്ല CIA ഡയറക്ടർ ഉണ്ട്, ചീഫ് ഓഫ് CIA, അതായത് അവരുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. ഈ രണ്ട് പേരുടെയും സ്ഥാനം തെറിക്കാൻ പോകുക എന്നാണ് ഇസ്രായേൽ ഹയോം ഇപ്പം റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ട്രംപ് ഈ ഒരു കരാർ, സമാധാന കരാർ എന്ന് പറഞ്ഞ് ട്രംപ് മുന്നോട്ട് വെച്ചപ്പം അതിനെതിർത്ത് നിന്ന ആളുകൾ, അല്ലെങ്കിൽ അതിന് ഇപ്പോഴും അതിൽ ഓക്കെ പറയാത്ത, അല്ലെങ്കിൽ യുദ്ധം ചെയ്യണം, ഇറാനെ തീർക്കണം, അല്ലെങ്കിൽ ഇറാനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം, ഇസ്രായേൽ ഞങ്ങളുടെ എന്തോ ആണ് എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പം ഈ രണ്ട് പേരെ മിക്കവാറും ഈ ഒരു ഇതിൽ നിന്ന് ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട്, അവരുടെ പദവികളിൽ നിന്നും മാറ്റാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ട്രംപ് ഈസ് റിപ്പോർട്ടഡ്ലി കൺസിഡേർഡ് ഡിസ്മിസിങ് രണ്ട് പേര്, ഇതാണ് മെയിൻ രണ്ട് പേര്, സെവറൽ സീനിയർ ഒഫീഷ്യൽസ് ഹൂ ഒപ്പോസ് ദ ഇറാൻ ഡീൽ ഇൻക്ലൂഡിംഗ് ദ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗറ്റ്സ് ആൻഡ് CIA ഡയറക്ടർ ജോൺ റക്ലിഫ്. ഈ രണ്ട് പേരെ ഒഴിവാക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. മിക്കവാറും ഇന്നോ നാളെയൊക്കെ ആയിട്ട് നമുക്ക് ചിലപ്പോൾ അത് കേൾക്കാൻ പറ്റും, അങ്ങനെ വാർത്തയും കൂടെ. മൊത്തത്തിലൊരു നാടകമയമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റെന്താണോ ഈ 2 മാസത്തിനിടയ്ക്ക് ട്രംപ് മനസ്സ് കണ്ടത്, അല്ലെങ്കിൽ നെതന്യാഹു മനസ്സ് കണ്ടത്, എന്തിനാണ് ഈ മുതല കണ്ണീര് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഇനി നമുക്ക് കാത്തിരുന്നിട്ട് തന്നെ കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. വേറെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ബൈ.